ഗാസയിൽ കനത്ത മഴയിൽ നൂറുകണക്കിന് ടെന്റുകളിൽ വെള്ളം കയറി. മഴയ്ക്കൊപ്പം തുടരുന്ന ശൈത്യം ഗാസ നിവാസികൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിശൈത്യത്തെ തുടർന്ന് ഖാൻ യൂനിസിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നു. റഹാഫ് അബു ജാസർ എന്ന 8 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. ഇവരുടെ ഖാൻ യൂനിസിലെ ടെന്റിലേക്ക് വെള്ളം കയറുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് മുഴുവൻ വെള്ളമായിരുന്നുവെന്നും കുട്ടിയെ എടുത്തു നോക്കിയപ്പോൾ തണുത്തു മരവിപ്പിച്ച നിലയിലായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. ഖാൻ യൂനിസിലെ താമസക്കാരിൽ ചിലർ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വെള്ളപ്പൊക്കം തടയാൻ ശ്രമിക്കുന്നുണ്ട്. മണൽച്ചാക്കുകൾ ഉൾപ്പെടെ വെച്ച് ടെന്റുകളിലേക്ക് വെള്ളം കയറുന്നത് തടയാനാണ് ഇവരുടെ ശ്രമം. എന്നാൽ ഇത് ഫലപ്രദമാവുന്നില്ലെന്നാണ് ഖാൻ യൂനിസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. അതേസമയം ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്നുള്ള ഇന്ധനക്ഷാമവും ഉപകരണങ്ങൾ കേടാവുന്നതും മൂലം വെള്ളപ്പൊക്കവും ശൈത്യവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെയുണ്ടാകാനിടയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകുമെന്ന് ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഖാലിദ് മിഷ്അൽ ആയുധം താഴ്വയ്ക്കുന്നത് തങ്ങളുടെ ആത്മാവ് റദ്ദു ചെയ്യുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം അൽ ജസീറയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായി വെടിനിർത്തൽ ലംഘനം ഉള്ളതുകൊണ്ട് ഇപ്പോഴുള്ള സ്ഥിതി തുടരാനാകില്ലെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായ ശേഷം ഇസ്രായേൽ 738 തവണ ലംഘനം നടത്തിയെന്നും അവർ പറയുകയുണ്ടായി. ഗാസയിൽ പലസ്തീനിതര ഭരണ സംവിധാനം എന്നത് ഹമാസ് അംഗീകരിക്കില്ലെന്ന് മിഷൽ വ്യക്തമാക്കി. ഇതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. സമാധാന സമിതി എന്ന് പേരിടുന്ന സംവിധാനത്തിന് UK മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആയിരിക്കും നേതൃത്വം നൽകുക എന്ന പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ പല അറബ് രാജ്യങ്ങളും എതിർത്തതോടെ ബ്ലെയർ ആയിരിക്കില്ല അമരത്തെന്ന് കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. രണ്ടാം ഘട്ട സമാധാന ചർച്ച പുരോഗമിക്കാൻ ഗാസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുന്നുവെന്ന് ഉറപ്പിക്കേണ്ടതുണ്ടെന്ന് മിഷൽ തുടർന്നു. യുദ്ധ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഗാസയ്ക്ക് സഹായം വേണം. ഇക്കാര്യം മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയുടെ പ്രസക്തി ചോദ്യം ചെയ്ത് ഹമാസ് രംഗത്തെത്തിയിരുന്നു. കരാർ പാലിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വേണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസിന്റെ ആവശ്യം ഉന്നയിച്ചു. പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നരകിക്കുന്നതായി യുനിസെഫും അറിയിച്ചു. ഗാസയിലെ പ്രഖ്യാപിത സമാധാന ഭരണസമിതിയിൽ നിന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. 2 മാസം പിന്നിടുന്ന ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം 738 തവണയാണ് ഇസ്രായേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു. ഇതിനകം 377 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 987 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരാർ ലംഘനം പതിവായിരിക്കെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയില്ലെന്ന് ഹമാസും പ്രതികരിച്ചു. കരാർ വ്യവസ്ഥകൾ മാനിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണം. ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തോടൊപ്പം ഗാസയിലേക്ക് വെല്ലുവിളികളില്ലാതെ സഹായം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഈ മാസം 29 വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടത്താനിരിക്കെയാണ് ഹമാസിന്റെ പ്രതികരണം. യുദ്ധാനന്തര ഗാസയിൽ ഇടക്കാല സർക്കാരിനെ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കുമെന്ന US കണക്കുകൂട്ടലിനും തിരിച്ചടിയേറ്റു. ബ്ലെയർ ദൌത്യത്തിൽ നിന്ന് പിന്മാറിയതായി ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാഖ് യുദ്ധത്തിൽ പങ്കുവച്ച ടോണി ബ്ലെയറിന്റെ നിയോഗത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു. ഗാസയിൽ വെടിനിർത്തൽ വേളയിലും കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് ഗുരുതരമായി തുടരുന്നതായി യുനിസെഫ് അറിയിച്ചു. 10,000-ഓളം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രയാസങ്ങൾ നേരിടുന്നതെന്നും യുനിസെഫ് ചൂണ്ടിക്കാട്ടി. ഗാസയിലേക്കുള്ള ചരക്ക് വാഹനങ്ങൾക്കായി അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലെ ക്രോസിംഗ് തുറക്കാൻ സന്നദ്ധത അറിയിച്ച ഇസ്രായേൽ രംഗത്ത് വന്നു. സെപ്റ്റംബർ മുതൽ ഈ ക്രോസിംഗ് അടച്ചിട്ടിരിക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെ വിവിധ വാഷ്സിറ്റുകളിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി. കിഴക്കൻ ജെറുസലേമിൽ യുനർവ ഓഫീസിൽ സുരക്ഷാ സേന നടത്തിയ അതിക്രമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.